ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുട്ടികളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നതും നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നതും അവരുടെ മാതാപിതാക്കൾ സംവിധാനിക്കുന്ന സാഹചര്യങ്ങളാണ്. അത് സംബന്ധമായ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ലോകത്തെ ഏതൊരു മഹാനും വന്നിട്ടുണ്ടെങ്കിൽ ആ മഹാന്റെ പിന്നിൽ ഒരു ഉമ്മയുടെ ശക്തി ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നമ്മൾ ഈ വിഷയമൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ആവർത്തന വിരസത നിങ്ങൾ കണക്കാക്കാതെ ഒന്ന് കേൾക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളാവട്ടെ അമ്പിയാക്കളാവട്ടെ ലോകത്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ പിന്നിൽ ഒരു പെണ്ണിന്റെ ശക്തമായ ഇടപെടൽ, ആ പെണ്ണ് ആ മഹാന്റെ ഉമ്മയായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ലോകത്ത് ഉണ്ട് എന്നത് സത്യമാണ്. സയ്യിദുനാ ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാൻ ഉമ്മയുടെ ദുആയിലൂടെ ലോകത്തിന് സംഭാവന നൽകപ്പെട്ട വ്യക്തിത്വമാണ്. മഹാനവറുകൾ വളരെ ചെറുപ്രായത്തിൽ ക്ഷീണിതയായ ഉമ്മാക്ക് ഇശാ നിസ്കാരാനന്തരം കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ ആ കൊച്ചുമോൻ പോയി കുടിവെള്ളം എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി. ആ വെള്ളവും കാത്ത് ഉമ്മയുടെ ഉറക്കത്തിന് കാവൽ നിന്ന പൊന്നുമോനാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഉമ്മ ഉണർന്നു നോക്കുമ്പോൾ തന്റെ പൊന്നുമോൻ ആ പാതിരാവ് മുഴുവനും ഉമ്മാക്ക് വേണ്ടി നിന്ന നിൽപ്പിൽ, എത്രയും വൈകുന്തോറും അത്രയും മകന്റെ മുഖത്ത് മുഷിപ്പില്ലാതെ പുഞ്ചിരി വിടർന്നു നിൽക്കുന്ന ഒരവസ്ഥ. ഉമ്മ ഉണരുന്ന നേരം മകൻ വളരെ മനോഹരമായ ചിരിയോടുകൂടെ ഉമ്മയുടെ ഉറക്കത്തിന് കാവൽ നിന്ന പൊന്നുമോൻ ഉമ്മയ്ക്ക് ദാഹജലവുമായി നിൽക്കും. ആ പാതിരാവിൽ ഉമ്മ ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് ലോകത്തിന് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായി കിട്ടിയ വ്യക്തിപ്രഭാവം ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഉമ്മയുടെ പ്രാർത്ഥനയില്ലാതെ ആരും. സയ്യിദന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ദുആ ചെയ്തു, പടച്ചോനെ, സ്വർഗത്തിൽ എന്റെ കൂടെ ഒരു റഫീഖ് ഉണ്ടാവുമല്ലോ. ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ഒരു കൂട്ടുകാരനെ കൊടുക്കും. സയ്യിദന മൂസാ അലൈഹിസ്സലാം ദുആ ചെയ്തു, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എനിക്ക് ഭൂമിയിൽ നിന്ന് തന്നെ കാണണം. അല്ലാഹു പറഞ്ഞു, അങ്ങ് ഇനി മുതൽ അങ്ങോട്ട് നടക്കുന്നിടത്ത് ആദ്യം കാണുന്ന വ്യക്തിയാണ് അങ്ങയുടെ സ്വർഗത്തിലെ കൂട്ടുകാരൻ. മൂസാ അലൈഹിസ്സലാം മുന്നോട്ട് നടന്നു. കുറച്ച് വിജനതയിൽ ആരെയും കണ്ടില്ല. പിന്നീട് കണ്ട വ്യക്തിയെ കൈപിടിച്ചിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങളോട് ഞാനൊരു സന്തോഷം പറയട്ടെ. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ നിങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വർഗത്തിലെ റഫീഖ് എന്ന പദവിയിലുള്ള കൂട്ടുകാരൻ. ആ ചെറുപ്പക്കാരൻ അപരിചിതനാണ്. മൂസാ നബിയെ വല്ലാതെ അറിയില്ല. ആരെന്ന് പോലും ചോദിക്കാതെ മൂസാ നബിയുടെ കയ്യെ പിടിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് ഓടി. വൃദ്ധയായ വാർദ്ധക്യ സഹജമായ രോഗത്തിൽ ശയ്യയിൽ കിടക്കുന്ന ഉമ്മയുടെ മുന്നിൽ ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ ഞാൻ മൂസാ നബിയുടെ റഫീഖ് എന്ന പദവിയിലുള്ള കൂട്ടുകാരനാണ് എന്ന്. ആ ഉമ്മയുടെ തളർന്ന ശരീരത്തിൽ നവജീവൻ വന്നിട്ട് എഴുന്നേറ്റ് ചോദിക്കാം, പൊന്നുമോനെ, ആരാത് പറഞ്ഞത്? ഈ മനുഷ്യൻ. ഞാൻ എന്റെ മോന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ദുആ ചെയ്യുന്നത് സ്വർഗം കൊടുക്കണമെന്നല്ല, കാലഘട്ടത്തിന്റെ പ്രവാചകനായ മൂസാ നബിയുടെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകൂടി നടക്കണം, അതിനുള്ള ഭാഗ്യം എന്റെ മോന് കൊടുക്കണമെന്നാ ഞാൻ ദുആ ചെയ്യാറ്. എന്റെ ഈ വാർദ്ധക്യ സഹജമായ തളർച്ചയിൽ എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഈ മോന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയല്ലേ ദുആ ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെ ദുആ ചെയ്തു, അല്ലാഹു അത് സ്വീകരിച്ചല്ലോ. ആട്ടെ, ഈ വിവരം പറയാനുള്ള യോഗ്യത താങ്കൾക്ക് ആരാണ് തന്നത്? ആരാണ് നിങ്ങൾ? എന്റെ പൊന്നുമോന് സ്വർഗത്തിലെ റഫീഖ് എന്ന പദവി കിട്ടിയ വിവരം ഇവിടെ വന്ന് പറയും വിധം നിങ്ങൾ ആരാണ്? അതിനുള്ള യോഗ്യത എന്താണ്? മൂസാ അലൈഹിസ്സലാം ഉത്തരം ഇല്ലാത്ത പോലെ സ്തംഭിച്ചു നിൽക്കുന്നു. തൊട്ടടുത്ത നിമിഷം വാചാലനാകുന്നു. അന കലീമുല്ലാഹി നബി മൂസാ. ആ വിവരം പറയാൻ അള്ളാഹു എന്നെ ഏൽപ്പിക്കണമെങ്കിൽ ഞാനാണ് ഉമ്മ അള്ളാഹുവിന്റെ കലീമായ മൂസാ അലൈഹിസ്സലാം. ഉമ്മയുടെ ദുആ കൊണ്ട് മകൻ സ്വർഗത്തിൽ മൂസാ നബിയുടെ കൂട്ടുകാരൻ എന്ന പദവി. ഇവിടെയും ഉമ്മയുടെ ദുആ കൊണ്ടാണ് മക്കൾക്ക് ഭാവി ഉണ്ടായിട്ടുള്ളൂ. ഉമ്മ മകന്റെ സ്വർഗമല്ലേ? ഉമ്മ മകളുടെ സ്വർഗമല്ലേ?
ഈ സ്വർഗവും വഹിച്ചുകൊണ്ടല്ലേ ഉമ്മ നീ നടക്കുന്നത്? സയ്യിദുനാ ഇമാമുനാ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജന്മനാൽ അന്ധനാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ ചില നുസ്ഖയുടെ ആമുഖങ്ങളിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. അന്ധനായ ഇമാം ബുഖാരിയുടെ കണ്ണിന് കാഴ്ച കിട്ടുന്നത് എപ്പോഴാ? ഉമ്മയുടെ ദുആ. കുഞ്ഞിന്റെ കണ്ണിന് കാഴ്ചയും നഷ്ടത്തിലായി, അതുകൊണ്ട് തള്ള കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി. അനാഥയാണീ കുഞ്ഞയാ റഹ്മാനേ, കണ്ണിന് കാഴ്ച കൊടുക്കണേ മന്നാനേ. നിരന്തരമായി ദുആ ചെയ്തു. പൊന്നുമോന് 16 വയസ്സിലേക്ക് എത്തിയിരിക്കുന്നു. കുട്ടിക്ക് കാഴ്ചയില്ല. കാഴ്ചയില്ലെങ്കിൽ പോലും കാലഘട്ടത്തിലെ അഗാധ പാണ്ഡിത്യമുള്ള വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന കൗമാരം. ഉമ്മയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ ഉമ്മാക്ക് സന്തോഷമറിയിക്കാൻ സ്വപ്നത്തിൽ അതാ കടന്നു വരികയാണ് സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. ഒരു ദിവസം ഇബ്രാഹിം നബി സ്വപ്നത്തിലായി കരയുന്ന മാതാവോട് വന്നോതുന്നതായി. നിനക്കുത്തരം അല്ലാഹു പെണ്ണെ ചെയ്തു പോയി, കുഞ്ഞിന്റെ കണ്ണിന് നല്ല കാഴ്ച ലഭിച്ചു പോയി. അതിരാവിലെ നോക്കുന്ന സമയം കുഞ്ഞിനും പരിപൂർണ സുഖമായി കാഴ്ച വന്നിരു കണ്ണിനും. ഉമ്മാടെ ദുആ ഇല്ലാതെ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മ, നിന്റെ മകനെ, നിന്റെ മകളെ സ്വർഗത്തിലേക്ക് വിടുന്നത് നീയാണ്. ഉമ്മ ആരാ? സ്വർഗം കാൽച്ചുവട്ടിൽ കൊണ്ടു നടക്കുന്നവർ ആരോ അവരാണ് ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞ അവരാണ്. നമ്മുടെ സ്വർഗം ആരുടെ കാൽച്ചുവട്ടിലൂടെ അത് കൊണ്ടു നടക്കുന്നുവോ അവരാണ് നമ്മുടെ ഉമ്മ. സ്വർഗം കൊണ്ട് നടക്കുന്ന ഉമ്മ, നിന്റെ മക്കളെ നീ തന്നെയാണ് ആ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കേണ്ടതും. അവിടെയാണ് ഉമ്മയുടെ ഉത്തരവാദിത്വം. അവിടെയാണ് ഉമ്മ ഉമ്മയാവുന്നത്. സ്വർഗം കൊണ്ട് നടക്കുന്ന ഉമ്മ, നീയാണ് നിന്റെ മക്കളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കേണ്ടത്. നിന്റെ കുഞ്ഞിളം പ്രായക്കാരൻ ആദ്യം ഉച്ചരിച്ചത് നിന്റെ പേരാണ്, ഉമ്മ, അമ്മ. അല്ലേ? മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മലയാള കവി വള്ളത്തോളിന്റെ വാക്കുകൾ. ആദ്യം ഉമ്മ അമ്മ എന്ന് ഉച്ചരിച്ചു. അവിടെ നിന്നും പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി നടത്തേണ്ടത് ഉമ്മയാണ്, ഉപ്പയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്നു. അൻ സുഹരി റളിയല്ലാഹു അൻഹു أن أبا هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم ما من مولود إلا يولد على الفطرة فأبواه يهودانه أو ينصرانه أو يمجسانه محمد رسول സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നത് സത്യപ്രകൃതത്താലാണെന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ സത്യപ്രകൃതത്താലാണ് ആ കുഞ്ഞ് പിറന്നു വീഴുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി, ആ കുട്ടിയെ യഹൂദിയാക്കുന്നത് അവന്റെ ഉമ്മയും ഉപ്പയും ജീവിക്കുന്ന സാഹചര്യമാണ്. ഔ യുനസ്സിറാനിഹി, ആ കുഞ്ഞിനെ നസ്രാനിയാക്കുന്നത് ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ജീവിക്കുന്ന സാഹചര്യമാണ്. ഔ യുമജ്ജിസാനിഹി, ആ കുട്ടിയെ മജൂസിയാക്കുന്നതും ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ഒരുക്കി വെക്കുന്ന സാഹചര്യമല്ലാതെ അല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഉമ്മയാണ് സ്വർഗം ചുമന്നുകൊണ്ട് നടക്കുന്നതെങ്കിൽ ആ ഉമ്മ തന്നെയാവണം മക്കളെ ആ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കേണ്ടത്. കുല്ലുക്കും റാഇൻ
فمسؤول عن رعيته والمرأة راعية على بيت بعلها وولده وهي مسؤولة عنهم. അതുകൊണ്ട് ഈ ഭർത്തൃ കുടുംബത്തെക്കുറിച്ചും ഭർത്താവുമായുള്ള നിന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചും പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച് ഉമ്മയോട് ചോദിക്കപ്പെടും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി 5 സ്ഥലത്ത് ആ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തതാണ്. അത്രത്തോളം ഉമ്മയുടെ മഹത്വം വലുതാകുന്നോളം ഉമ്മയുടെ ഉത്തരവാദിത്തം വലുതാകുന്നു. സ്വർഗത്തിൽ പൊന്നു മക്കളെ പറഞ്ഞയക്കേണ്ടത് ഉമ്മയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുഅ്ജമുൽ കബീറിൽ ഒരു ഹദീസ് കാണാം. വലിയ അധ്വാനം തന്നെ ഉണ്ട്. മക്കളെ മാത്രമല്ല, മക്കളുടെ മക്കളും ഒക്കെ സ്വർഗത്തിൽ പോകും. വല്ലുമ നന്നായാൽ മതി. അത്രയും ബർക്കത്താണ് ഒരു പെണ്ണിന്റെ മഹത്വം. കെൻസുൽ ഉമാലിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു പെണ്ണ് നന്നായാൽ 1000 ആണ് നന്നാവുന്നതിനേക്കാൾ അപ്പുറമാണ്. ഒരു പെണ്ണ് സ്വാലിഹത്തായി കഴിഞ്ഞാൽ 1000 ആണ് സ്വാലിഹാവുന്നതിനേക്കാൾ അപ്പുറം കിടക്കും. ഒരു പെണ്ണ് മോശമായാൽ 1000 പുരുഷൻ മോശമാകുന്നതിനേക്കാൾ മോശം. അത്രയും പവറാണ് ഒരു പെണ്ണിന്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഫാത്തിമത ഹസ്സനത് ഫർജഹാ വ ഇന്നല്ലാഹ അസ്സ വജല്ല അദ്ഖലഹാ ബിഇഹ്സാനി ഫർജിഹാ വ ദുർരിയതഹാ അൽ ജന്നാ. ഇമാം തബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, എന്റെ പൊന്നുമോള് ഫാത്തിമ അവളുടെ നാണത്തെ മറച്ചു, അവളുടെ സ്ത്രീത്വത്തെ അവൾ ആദരിച്ചു കൊണ്ടു നടന്നു. എന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ സ്ത്രീത്വത്തെ ആദരിച്ച് സ്ത്രീയുടെ ലജ്ജയെ പരിഗണിച്ച് ഒരു പെണ്ണായി തന്നെ ജീവിച്ചു, ദീനീബോധത്തോടുകൂടെ. ഇനി കേട്ടോ, അങ്ങനെ അവരുടെ നാണത്തെ അവർ മറച്ച് ജീവിച്ചത് കൊണ്ട് അവരുടെ ആ സൽക്കർമ്മത്തെ അള്ളാഹു പരിഗണിച്ചതിന്റെ പേരിൽ അവരെയും അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും ഈ നന്മയിൽ അള്ളാഹു നിലനിർത്തി. വല്ലുമ നന്നായതുകൊണ്ട്. എന്നിട്ട് ഇവർക്ക് അള്ളാഹു കൊടുത്തതാ ദഖലഹൽ ജന്നാ, സ്വർഗത്തിലെ പ്രവേശനം അല്ലാഹുവർക്ക് നൽകിയെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു അധ്വാനം തന്നെ മക്കൾ നന്നാവുന്ന വിഷയത്തിൽ മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. മക്കൾക്കൊരു സമ്മാനം കൊടുക്കണം. എന്ത് സമ്മാനം എന്നറിയോ? ആ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ നന്നായിക്കോളും. മക്കൾ നന്നാവാൻ അവർക്ക് കൊടുക്കേണ്ട സമ്മാനം ഇതാണ്. ഏത് സമ്മാനം? ടാബോ മൊബൈലോ അല്ല. ഇമാം തുർമിദിയുടെ ജാമിഉൽ കാണാം ഹദീസ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഒരു വാപ്പയും ഉമ്മയും ഒരു മോനും മോൾക്കും കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം ഒരു വാപ്പ ഒരു മകന്, ഒരു ഉമ്മ ഒരു മകൾക്ക് കൊടുക്കുന്ന സമ്മാനത്തിലെ ഏറ്റവും നല്ല സമ്മാനം അഫ്ളല മിൻ അദബിൻ ഹസനിൻ, നല്ല അദബിനേക്കാളും വലിയ സമ്മാനം ഒന്നുമില്ല. ഏറ്റവും നല്ല സമ്മാനം നല്ല അദബ് പഠിപ്പിക്കാം, മദ്രസ പഠിപ്പിക്കാം. 5ാം ക്ലാസ്സൊക്കെ ആവുമ്പോഴേക്കും പെൺകുട്ടികളെ മദ്രസയിൽ നിർത്തിക്കളയും. എന്താ കാരണം? മദ്രസയിൽ ഇനി പോകണ്ട, മദ്രസ അത്ര പോയാൽ മതി എന്നൊരു തോന്നല. അന്ന് അതിനെ ബാക്കിയുള്ളതാണ് കുട്ടി പഠിക്കേണ്ടത്. അത് വീട്ടിൽ നിന്നും കൊടുക്കാൻ ഉമ്മാക്ക് കഴിയണം. ആ ചിട്ട ഉമ്മ പഠിപ്പിക്കണം. 2 മണിക്കൂർ കൊണ്ട് ഒരു മദ്രസയിൽ നിന്നും പ്രാഥമികമായ കാര്യങ്ങൾ അറിഞ്ഞാൽ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ ബാക്കി 22 മണിക്കൂർ വീടിന്റെ അകത്ത് ഉമ്മാടെ ഉത്തരവാദിത്തത്തിലാണ്. മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തലമറയ്ക്കുമ്പോൾ എങ്ങനെ, അവർ ധരിക്കുന്ന വസ്ത്രം എങ്ങനെ, അവരുടെ നിസ്കാര സമയത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തേണ്ടതെങ്ങനെ, അവർ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എങ്ങനെ, ഇതിന്റെ ഒരു ചാർട്ട് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി ഉമ്മ കൊണ്ട് നടക്കണം. അപ്പോഴാണ് മക്കളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാൻ കഴിയൂ. മക്കൾ നന്നാവാൻ കൊടുക്കേണ്ട സമ്മാനം അവർക്ക് അദബ് പഠിപ്പിക്കലാണ്. പ്രായമുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം,
കുടുംബത്തിലേക്ക് കടന്നു വരുന്ന അതിഥിയെ എങ്ങനെ സ്വീകരിക്കണം, ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് ചെല്ലേണ്ടത്, നമ്മുടെ ചെരുപ്പ് എവിടെ അഴിച്ചു വെക്കണം, ഏത് കാലിൽ ആദ്യം ചെരുപ്പ് ധരിക്കണം, എപ്പോഴാണ് നമ്മൾ ഉറക്കിൽ നിന്നും ഉണരേണ്ടത്, ഭക്ഷണം കഴിക്കാൻ ഇരിക്കേണ്ടത് എങ്ങനെയെന്ന് പറയണം, എല്ലാം വേണം. എന്തിനേറെ ഞാനൊക്കെ ഓർത്തു പോകുന്നത്, മുണ്ടുടുക്കാൻ നേരം ഒരു മുണ്ടിന്റെ കോന്തൽ അവസാനം വന്നു ചേരേണ്ടത് ഇടതുവശത്തേക്കാണെന്ന് പഠിപ്പിച്ചു തന്നത് മുണ്ടുടുക്കാത്ത ഉമ്മയാവണം. ഉമ്മ അത് പഠിക്കണം, ഉമ്മ ഒരുപാട് പഠിക്കണം, ഉമ്മ അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പഠിച്ചേ പറ്റും. മയ്യത്ത് പൊതിയുമ്പോൾ അതിന്റെ കഫൻ പുടവ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതുപോലെയാണ് ഉടുമുണ്ട് പരിഗണിക്കേണ്ടത്. മയ്യത്തിന്റെ കഫൻ പുടവ ആദ്യം വലത്തേക്ക് പോയിട്ട് ഇടത്തേക്ക് അവസാനിക്കും. ജീവിച്ചിരിക്കുന്നവന്റെ പുടവയും അങ്ങനെ വേണ്ടത്. വലതുകൊണ്ട് മുന്തിക്കുന്ന ശീലം മക്കളിൽ എത്തിക്കേണ്ടത് ഉമ്മയാണ്. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബു തയാമുന ഫീ ശഅനിഹി കുല്ലിഹി. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ കാര്യത്തിലും വലത്തേത് നന്മയുടെ വിഷയത്തിൽ മുന്തിക്കണമെന്നത് അവിടുത്തെ നിർബന്ധ ബുദ്ധിയായിരുന്നുവെന്ന് സ്വഹീഹുൽ ബുഖാരി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. അത്രത്തോളം മക്കളെ ശ്രദ്ധിക്കാൻ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൽ പെൺമക്കൾ റാഞ്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ റാഞ്ചിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ ദീനീ ബോധം കൊടുത്തിട്ട് മക്കള് പോകുന്നത്? ഈ കാലഘട്ടത്തെ കുറിച്ച് നമുക്കൊരു ബോധം വേണം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. കാലം വളരെ മോശം. മനുഷ്യൻ പരാജയത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഏറെ. ഇല്ലല്ലദീന ആമനു, മൂമിനാവണം, അല്ലെങ്കിൽ നഷ്ടപ്പെടുമല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പുതിയ കാലത്തെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്, കേട്ടോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നേരത്തെ അറിയിപ്പ് തന്ന ഈ കാലം നമ്മുടെ പെൺമക്കളെയൊക്കെ എത്ര ശ്രദ്ധിച്ച് നമ്മൾ വളർത്തേണ്ടിയിരിക്കുന്നു. ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ ജാമിഉൽ അഹാദീസിൽ നമുക്ക് ഈ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകത ഹിമ്മത്തുഹും ബുത്തൂനുഹും, അന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ശ്രമങ്ങളും അവന്റെ വയറ് നിറയ്ക്കല് മാത്രമാണ്. സ്വന്തം പള്ള നിറച്ചാൽ മതി, വേറെ ഒരു ചിന്തയല്ല. അവൻ വിചാരിച്ച് നടക്കുന്ന ഇന്ന് എന്താ തിന്ന് വയറ് നിറയ്ക്കാൻ, ഫുഡിനോട് താല്പര്യം, അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിച്ച് സ്വന്തം വെട്ടി വിഴുങ്ങുക. അത് ഭക്ഷണം തന്നെയല്ല, ആരെ പറ്റിച്ചിട്ടാണെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും കുറെ ഉണ്ടാക്കാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ ഒരു വിചാരത്തിലേക്ക്, സ്വന്തം പള്ള നിറയ്ക്കണമെന്ന വിചാരത്തിൽ പരിമിതപ്പെട്ടു പോകുന്ന മനുഷ്യര് ജീവിക്കുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളമാ. എന്റെ സമുദായത്തിന് വരാനിരിക്കുന്ന ഭാവി ഇതാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലമാണിത്. തീരുന്നില്ല. ഹബീബ് പിന്നെയും പറയുന്നു, വശർഫുഹും മതാഉഹും, ഒരാളുടെ മഹിമ പറയുന്നോടത്ത് അയാളെ കുറിച്ച് വിലയിരുത്തപ്പെടുന്നത്, ഒരാളുടെ മഹിമ പറയുന്നോടത്ത്, മഹത്വം പറയുന്നോടത്ത് മാനദണ്ഡമാക്കുന്നത് അയാളുടെ ദുന്യവിയായ ചരക്കുകളെ ആയിരിക്കും. അവര് വലിയ തറവാട്ടുകാരാ, അങ്ങനെ പറയും. എന്താ കാരണം? 5 ലോറി ഉണ്ട് അവർക്ക്. അവര് വലിയ തറവാട്ടുകാരാ. എന്താ കാരണം? അവർക്ക് ക്രഷർ ഉണ്ട്, അവർക്ക് ഒരുപാട് കമ്പനികളുണ്ട്, ഫ്ളാറ്റുകളുണ്ട്, ബെൻസ് കാറിലാ നടക്കുന്നത്. അവര് വലിയ പാർട്ടിയാണ്. അങ്ങനെ ജനങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങളെ മാനദണ്ഡമാക്കുന്ന ഒരു കാലം. അതുപോലെ തന്നെ വഖിബലതുഹും നിസാഉഹും, അന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ലക്ഷ്യം സ്ത്രീത്വമാണ്. പെണ്ണിന്റെ പിന്നാലെ പോകുന്ന കുറെ ആളുകൾ എല്ലാം പെണ്ണിനെ അവലംബിച്ചു കൊണ്ടിരിക്കും. ഒരു കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നത് പെണ്ണായിരിക്കും. പെണ്ണ് എന്നത് എല്ലാത്തിന്റെയും നാട്ടക്കുറിയായി സ്ഥാപിക്കപ്പെടുന്ന കാലമായിരിക്കും. ഒരു സോപ്പിന്റെ കവർ എടുത്താലും അതിലും പെണ്ണിന്റെ ചിത്രം തന്നെ. ഏത് പരസ്യത്തിലും വന്നു നിൽക്കുന്നത് പരസ്യ പലകയിലെ പ്രദർശന വസ്തു പെണ്ണായിരിക്കും. അങ്ങനത്തെ ഒരു കാലം പിന്നെയും കാണാം. വദീനുഹും ദറാഹിമുഹും വദീനാറുഹും, ഒരാളുടെ ദീനെന്ത് എന്ന് ചോദിച്ചാൽ
അവന്റെ പണം കൊണ്ട് അവൻ നേടിയെടുത്ത സ്ഥാനമാനങ്ങൾ മാത്രമായിരിക്കും. വലിയ പണക്കാരനായപ്പോ അവനെ പിടിച്ച് പള്ളിയിലെ പ്രസിഡന്റാക്കി, അവനെ പിടിച്ച് മസ്ലഹത്ത് കമ്മിറ്റിയുടെ മുന്നിൽ നിർത്തി, അവനെ പിടിച്ച് ചാരിറ്റി സംഘടനയുടെ മുന്നിൽ നിർത്തി, അവനെ പിടിച്ച് നബിദിന കമ്മിറ്റിയുടെ 1ാം സ്ഥാനത്തിരുത്തി, അവനെ പിടിച്ച് വഴുതു പരിപാടി നടത്തുന്ന കമ്മിറ്റിയുടെ ചെയർമാനാക്കി. എന്താ കാര്യം? പുള്ളിയുടെ ഒരു പൈസ ഉണ്ട്. ഒരാളുടെ ദീന് എന്തെന്ന് ചോദിച്ചാൽ തന്റെ കയ്യിലുള്ള പണം കൊണ്ട് നേടാവുന്ന സ്ഥാനങ്ങളിലേക്ക് പരിമിതപ്പെട്ടു പോകുന്ന മനുഷ്യർ ജീവിക്കുന്ന കാലം. അങ്ങനെ ഒരു കാലം എന്റെ സമുദായത്തിന് വരാനുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടത്തിൽ പെൺമക്കളെ റാഞ്ചിക്കൊണ്ടുപോകും. ഈ കാലഘട്ടത്തിൽ എന്നിട്ട് റസൂൽ പറയാ, ഉലൈക സിറാറുൽ ഖൽഖി, അങ്ങനത്തെ കാലഘട്ടത്തിൽ ആ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വൃത്തികെട്ടവരെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം വലുതാണ്. എന്താ നമ്മുടെ ഉത്തരവാദിത്തം? സ്വർഗം കാലിന്റെ ചുവട്ടിൽ കൊണ്ട് നടക്കുന്ന ഉമ്മ, ആ സ്വർഗത്തിലേക്ക് മക്കളെ പറഞ്ഞയക്കുക എന്ന ഉത്തരവാദിത്തം അത് വലിയ ശ്രമകരമാണ്. ഈ മക്കളൊക്കെ തിരിച്ചു വരും നാളെ അള്ളാന്റെ കോടതിയിൽ വന്നിട്ട് നമുക്കെതിരെ പറയും, നമുക്ക് ശത്രുവാകും. നമ്മുടെ ഭർത്താവ് നമുക്ക് ശത്രുവാകും, നമ്മുടെ ഭാര്യ നമുക്ക് ശത്രുവാകും. നമ്മൾ എത്ര കണ്ട് കരുതിയിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ فإن الله غفور رحيم إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. സൂറത്ത് തഗാബുൻ അല്ലാഹു പറയാണ്, തീർച്ചയായും നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയാവട്ടെ ഭർത്താവാകട്ടെ അവരിൽ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ അവരിലും നിങ്ങൾ കരുതേണ്ടിയിരിക്കുന്നു. അദുവല്ലക്കും, നിങ്ങൾക്ക് ഒരു ശത്രുവിനെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് ഖുർആൻ. എവിടെയാ ശത്രുവായി വരുന്നത്? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരും. ഫഹ്ദറൂഹും, അങ്ങനെ ഒരു ശത്രുത അവരിൽ ഉണ്ടാവാമെന്ന് നിങ്ങൾ നേരത്തെ കരുതിയിരുന്നേ പറ്റൂ. പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു പക്ഷേ ശത്രുവായി വരും. വന്നാൽ നമ്മൾ വിരല് കടിക്കേണ്ടവരും. റബ്ബനാ അരിനല്ലദീനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ, ഇവിടെ വന്നിട്ടുണ്ട് അവർ രണ്ടുപേര്, ഒന്ന് കാണിച്ചു തരണേ. എന്തിനാണെന്നറിയുമോ? എന്തിനാണെന്നറിയുമോ അവരെ കാണിച്ചു തന്നാൽ അവരെ ഞങ്ങൾ ചവിട്ടി താഴ്ത്താൻ വേണ്ടി. അല്ലാഹുവേ, അരിനല്ലദീനി അളല്ലാനാ നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ, അവരൊന്ന് കാണിച്ചു തന്നാൽ ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിലിട്ട് ഞങ്ങൾ അവരെ ചവിട്ടി മിതയ്ക്കുമെന്ന് മക്കൾ അല്ലാഹുവോട് ആവശ്യപ്പെടുന്ന മഹ്ശറ വരാനുണ്ടെന്ന് ഖുർആൻ. ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ കരുതിയിരിക്കണം. മകൻ അനാവശ്യങ്ങളിൽ പോയാൽ, മകൾ അനാവശ്യങ്ങളിൽ പോയാൽ, മക്കളുടെ തോന്നിവാസങ്ങൾക്ക് പാപം വഹിക്കേണ്ടത് മാതാപിതാക്കളാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന മകനാണെങ്കിൽ, കാമക്കിണിയിൽപ്പെട്ട മകളാണെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് പറയാം, മക്കളുടെ തോന്നിവാസങ്ങൾക്ക് പാപം വഹിക്കേണ്ടത് മാതാപിതാക്കളാണെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കള് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പറയുന്നു, മക്കളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കേണ്ടത് നമ്മളാണെന്ന്. എന്നാൽ മക്കളുടെ തോന്നിവാസങ്ങൾക്ക് പാപം വഹിക്കേണ്ടി വരും നമ്മൾ തന്നെ എന്ന ഒരു ഓർമ്മപ്പെടുത്തല ഹബീബ് നടത്തുന്നത്. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മൻ വുലിദ ലഹു വലദുൻ ഫൽയുഹ്സിൻ ഇസ്മഹു വഅദ്ദിബുഹു. ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചാൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ, വലദ യലിദു എന്നത് ആണിനും പെണ്ണിനും ഒക്കെ പറയാവുന്നതാണ്.
ജനിച്ചുണ്ടാകുന്ന എല്ലാത്തിനും പറയാം. ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചാൽ ഫൽയുഹ്സിൻ ഇസ്മഹു, ആ കുഞ്ഞിന് നല്ല പേരിടണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പേര് സ്വാധീനിക്കും. നമ്മളിത് മുമ്പ് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നില്ല. ഈ പേര് സ്വാധീനിക്കും, ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ സ്വാധീനമുണ്ടാകും. അപ്പൊ സ്വാലിഹീങ്ങളായി വരാൻ പാകത്തിന് നല്ല പേരുകൾ കണ്ടെത്തി വിടണം. ആ കണ്ടെത്തിയിടുന്ന പേരുകൾ കുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കും. അപ്പൊ ഒന്നാമത് നല്ല പേര് വെക്കണം. അത് ആദ്യം തന്നെ ചെയ്യേണ്ടത് മാത്രമല്ല, അതിനു മുമ്പേ കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. കുട്ടി ഉണ്ടാവുന്നതിലേക്ക് മുമ്പായിട്ട് നിങ്ങളുടെ സന്താന ലബ്ധിക്ക് മുന്നേ നിങ്ങൾ ഖൈർ സമർപ്പിക്കുക എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നന്മകളിലായി നമ്മൾ കരുതിയിരിക്കണം. ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്നത് നന്മയോടുകൂടെ ആവണം. നമ്മൾ നല്ല ദീനിയായ മനുഷ്യനായി ജീവിക്കുമ്പോൾ ആ സന്ദർഭങ്ങളിലുള്ള നമ്മുടെ സത്യസന്ധത, നമ്മളുടെ ഈമാൻ, നമ്മളുടെ ഇഖ്ലാസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നേരത്ത് പുറത്തേക്ക് നിർഗളിക്കുന്ന ബീജോത്തേജനത്തിൽ ഉണ്ടാകുന്ന കുട്ടി, ഈ സ്വഭാവത്തിന്റെ സ്വാധീനം ആ കുട്ടിയിലുണ്ടാവും. അങ്ങനെയാണ് ഒരാൾക്ക് ഒരു കുഞ്ഞിന് ജനിക്കുന്നുവെങ്കിൽ നല്ല പേരിടണം. ആ കുട്ടിക്ക് അദബ് പഠിപ്പിക്കണം. ഫൈദാ ബലഗ, കേട്ടോ, ഫൈദാ ബലഗ, ആ കുട്ടി പ്രായപൂർത്തിയായാൽ ഫൽയുസവ്വിജുഹു, പിന്നെ അവന് യോഗ്യനായില്ല എന്ന് പറഞ്ഞ് വൈകിക്കാൻ പാടില്ല. ഫൽയുസവ്വിജുഹു, ആ കുട്ടിക്ക് വിവാഹം എത്തിച്ചു കൊടുക്കണം. മാതാപിതാക്കൾ വിവാഹം എത്തിച്ചു കൊടുക്കണം. ഫൈം ബലഗ വലം യുസവ്വിജുഹു ഫഅസ്വാബ ഇസ്മൻ, ഇനി കുട്ടി പ്രായപൂർത്തിയായി ആ കുട്ടി ഒരു വ്യഭിചാരത്തിലോ അല്ലെങ്കിൽ ഒരു മോശമായ പ്രവർത്തനങ്ങളിലോ പോയി പെട്ടു, ഫഅസ്വാബ ഇസ്മൻ, ഒരു കുറ്റം ചെയ്താൽ, പ്രായപൂർത്തിയായിട്ടും മക്കൾ വിവാഹം കഴിക്കാത്തതിന്റെ പേരിൽ ഒരു തെറ്റ് ചെയ്തു വിവാഹം കഴിച്ചാൽ, തെറ്റാവാത്ത ഒരു പ്രവർത്തനം വിവാഹം കഴിക്കാതെ തെറ്റാവുമല്ലോ. അതായത് അന്യരായ സ്ത്രീ പുരുഷ സമ്പർക്കങ്ങൾ, വ്യഭിചാരങ്ങൾ, മറ്റു ചേഷ്ടകൾ, ഇതെല്ലാം വിവാഹത്തിന്റെ സമയമെത്തിയിട്ടും അത് വൈകിച്ച മാതാപിതാക്കളുടെ മക്കൾ ചെയ്താൽ ഫഇന്നമാ ഇസ്മുഹു അലാ അബിഹി, അത് വാപ്പാടെ പെരടിയിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുട്ടികൾക്ക് പ്രാപ്തിയായില്ല, യോഗ്യതയായില്ല എന്ന് പറയൽ നമ്മുടെ സ്ഥിരം കാര്യമാണ് എങ്കിൽ അവരെ ആ പ്രാപ്തിയിലേക്കും യോഗ്യതയിലേക്കും നയിക്കുക എന്ന ദീനീബോധവും മറ്റു സാഹചര്യങ്ങളും നമ്മളായിട്ട് തന്നെ കൊടുക്കണം. കുട്ടിയുടെ പ്രാപ്തിയും യോഗ്യതയും എന്ന് പറഞ്ഞാൽ അവന്റെ ദീനാണ്. ദീനീബോധം ഉണ്ടായാൽ അവൻ രക്ഷപ്പെട്ടു. ദീനീബോധമുണ്ടായാൽ അവനെ ധൈര്യമായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. അവൻ തെറ്റ് ചെയ്യൂല. അവൻ ആ ബോധമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തെ കുറിച്ച് അവന് കാഴ്ചപ്പാടുണ്ടാവും. സമയമാകുമ്പോൾ അവൻ നല്ലൊരു ജോലി കണ്ടെത്തും. സ്വയം കണ്ടെത്തിയവരാണല്ലോ പഴയ കാലത്ത് ജീവിച്ചവരൊക്കെ. ഏതായാലും മക്കളെ ഉപദേശിക്കാനുള്ള ഒരു യോഗ്യതയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കുട്ടികളെ നന്നാക്കാൻ മക്കളെ ഉപദേശിക്കാനുള്ള ഒരു യോഗ്യത. അവരുടെ മുന്നിൽ നമുക്ക് കൃത്യമായ നിസ്കാരം ഉണ്ടെങ്കിലേ നിസ്കരിക്കൂന്ന് അവരോട് പറഞ്ഞാൽ അവർ അത് അനുകരിക്കണം എങ്കിൽ, അനുസരിക്കണമെങ്കിൽ, നമ്മെ അനുകരിക്കാനും നമ്മെ അനുസരിക്കാനും നമ്മളിൽ ആദ്യം ആ യോഗ്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഉമ്മയെ കണ്ട് മകള് പഠിക്കണം. എന്റെ ഉമ്മ എപ്പോഴാ എണീക്ക, എന്റെ ഉമ്മ എന്തൊക്കെ ചെയ്യും എന്ന് ഉമ്മയെ കണ്ട് മകള് പഠിക്കണം. ഉപ്പയെ കണ്ട് മകൻ പഠിക്കണം. എന്റെ വാപ്പ വീഡിയോ വലിക്കും, അപ്പൊ ഞാനും വീഡിയോ വലിക്കാം. അങ്ങനല്ല, എന്റെ വാപ്പ ഇതൊന്നും ചെയ്യാത്ത ആളാ, എന്റെ വാപ്പ പള്ളിയിൽ നിന്നും നിസ്കാരം ജമാഅത്ത് ഒഴിവാക്കാത്ത ആളാ. ഞാൻ ഓർക്കുന്നത് എന്റെ ഒരു പ്രിയ സഹോദരന്റെ വാപ്പ അദ്ദേഹത്തെ പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ വാപ്പ മരിക്കുന്നതിന്റെ ഏതാണ്ട് 2-3 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ വാപ്പ വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ആ ധർമ്മിഷ്ഠനായ പിതാവ് എവിടെയെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നുവോ ആ ദാനധർമ്മങ്ങളെ മരണത്തിന്റെ ഏതാനും 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കളെ 2 വിളിച്ചിട്ട് ഏൽപ്പിച്ചു, നിങ്ങളാവണം ഈ ദാനധർമ്മങ്ങൾ ഇനി ചെയ്യേണ്ടത്. അങ്ങനെ 1-2 കൊല്ലം മക്കളെ കൊണ്ട് ദാനധർമ്മം വാപ്പ ചെയ്യിച്ചു. അങ്ങനെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് പിന്നെ വാപ്പ കൊടുക്കുന്ന പൈസയൊക്കെ സ്ഥിരമായി മക്കള് തന്നെ ആ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. അവസാനം വാപ്പ മരിച്ചു കഴിഞ്ഞപ്പോ ആ പണം കൃത്യമായി ആ നന്മ വാപ്പയുടെ മരണാനന്തരം ഈ മക്കളിലൂടെ നിലനിന്നു എന്നുള്ളതാണ്. അപ്പൊ മാതാപിതാക്കളിൽ നിന്നും മക്കൾ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എത്രത്തോളം വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ പോലും എന്ന് പരിശുദ്ധ ഖുർആൻ മുഖമക്കനകളെ മാറിടത്തിലേക്ക് ഇറക്കിയിട്ട് അങ്ങനെ തലമറയ്ക്കണം, തലമറയ്ക്കുമ്പോൾ മാറും കൂടി മറയ്ക്കുന്ന ഒറ്റ തുണിയിലാവണം എന്ന രീതിയിലുള്ള ബോധം ലോകത്തുള്ള എല്ലാ ഉമ്മമാർക്കും കൊടുത്തത് പരിശുദ്ധ ഖുർആനാണ്. ഈ ആയത്തിലൂടെ ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ടല്ലേ ഒരു ആയത്തിലൂടെയെങ്കിലും ഒരു പെണ്ണ് തലയിൽ തട്ടനിടുന്ന കാര്യം എങ്ങനെയാണെന്ന് ഖുർആൻ പറഞ്ഞത്. തട്ടനിടുന്ന വിഷയം ഖുർആൻ പറഞ്ഞത് ഇത്ര ഗൗരവമുള്ളത് കൊണ്ടാണ്.
ഒരു ആയത്താണ്. അത് ഉമ്മ ചെയ്യുന്നത് മകള് കണ്ടുപഠിച്ചാൽ നമ്മുടെ ജീവിതം ഭാസുരമായി അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും മക്കള് നന്നാവാൻ ഒരു പ്രാർത്ഥനയുണ്ട്, എപ്പോഴും നമ്മുടെ ദുആയിൽ കടന്നു വരണം. മക്കള് നന്നാവാൻ ഖുർആൻ പഠിപ്പിച്ച ദുആ ഇതാണ്: വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ മക്കള് നന്നാവല് മാത്രമല്ല, മക്കളെക്കാളും ഈ ദുആ ചെയ്യുന്ന ആളും കൂടി നന്നാവാണ്. അങ്ങനെ ഒരു ദുആ വേറെ ഇല്ല. മക്കള് നന്നാവാൻ ചെയ്യുന്ന ഈ ദുആ മക്കളെക്കാളും നമ്മൾ നന്നാവാണ്. കാരണം അല്ലാഹുവേ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കള്, ഇവരിൽ എനിക്ക് കണ്ണിന് കുളിർമയുള്ള നന്മ നിറഞ്ഞവരായി ഇവരെ എനിക്ക് നീ തരണം എന്നാണ് ഈ ദുആ. മാത്രവുമല്ല, അങ്ങനെ അവരെ തരുമ്പോ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾ എന്ന പദവിയിൽ അവർ വരാം. അവരുടെ മുന്നിൽ നിന്ന് അവർക്ക് പിന്നെയും നന്മ പറഞ്ഞു കൊടുക്കാൻ അവരെക്കാളും നല്ലവനായി ഈ ദുആ ചെയ്യുന്ന എന്നെയും നീ ആക്കണം എന്നതാണ് ഈ ദുആ. അപ്പൊ മക്കള് നന്നായി വരാൻ, മക്കള് മുത്തഖീങ്ങളായി വരാൻ, മുത്തഖീങ്ങളായാൽ അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവരെ നയിക്കാൻ എന്നെ നീ യോഗ്യനാക്കണമെന്ന ഈ പ്രാർത്ഥന ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്താണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകാവസാനത്തിന്റെ വെളിപ്പാട് അകലെ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ മക്കളുടെ അവസ്ഥ, മക്കളുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് പറയാം. ആ ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്: ഇദഖ്തറബ സമാൻ, ലോകാവസാനം അടുത്തു വരുമ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന ചില അത്ഭുതങ്ങൾ കേട്ടോ. വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മനുഷ്യർ ഉപയോഗിക്കുന്നു. അങ്ങനത്തെ ഒരു കാലമായിരിക്കും ലോകാവസാനത്തിന്റെ മുന്നേ കാണാനുള്ളത്. ഒരു കല്യാണ സാരി 50,000 രൂപയുടേതാ അല്ലേ? ഒരു കല്യാണ വസ്ത്രത്തിന്റെ വില കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. അങ്ങനത്തെ വലിയ വില ഒരു ദിവസം ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ 10,000 കൊടുത്തു വാങ്ങുന്ന വസ്ത്രങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആ കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കുന്നത്. മാത്രവുമല്ല, ലോകാവസാനത്തിന്റെ മുന്നേയുള്ള കാലം ഒരുപാട് ബിസിനസ്സുകൾ ഭൂമിയിൽ കാണും. എത്ര തരത്തിലുള്ള ബിസിനസ്സാണ്! ഓൺലൈനിൽ തന്നെ തട്ടിപ്പുള്ളത് ഇല്ലാത്തത്, ആപ്ലിക്കേഷൻ വഴി ഉള്ളത് ഇല്ലാത്തത്, ഒരുപാട് ബിസിനസ്സുകൾ ലോകത്ത് കാണാൻ കഴിയും. കച്ചവട മാഫിയകൾ മാത്രം. പണ്ടൊക്കെ വിദ്യാഭ്യാസം സേവനമായിരുന്നുവെങ്കിൽ ഇന്നത് കച്ചവടാണ്. അതുപോലെ തന്നെ ആശുപത്രി സേവനമായിരുന്നെങ്കിൽ ഇന്നത് കച്ചവടാണ്. അപ്പോൾ കച്ചവട രീതി ഭൂമിയിൽ വർദ്ധിക്കും എന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. മാത്രവുമല്ല, ലോകാവസാനത്തിന്റെ മുന്നേ മനുഷ്യരുടെ കയ്യിൽ പണം വർദ്ധിക്കും. ദാരിദ്ര്യമല്ല, പണം എന്നത് പ്രശ്നമല്ല ജനങ്ങൾക്ക്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഒരു പണക്കാരൻ അവന്റെ വലിപ്പം കാണിക്കുന്നത് അവന്റെ പണം കൊണ്ടായിരിക്കും. പണ്ടൊക്കെ പണക്കാരൻ വലിപ്പം കാണിച്ചിരുന്നത് അവന്റെ വിനയം കൊണ്ടാണെങ്കിൽ ഇന്ന് പണക്കാരൻ അവന്റെ വലിപ്പം കാണിക്കുന്നത് അവന്റെ പണം കൊണ്ടായിരിക്കും. മാത്രവുമല്ല, വ്യഭിചാരം ധാരാളം ഉണ്ടാകുന്ന കാലം, വൃത്തികേടുകൾ, വ്യഭിചാരത്തിനോട് മുന്നോടിയായുള്ള ചേഷ്ടകളും ബാഹ്യലീലകളും പരസ്യമായി കാണുന്ന കാലമായിരിക്കും ലോകാവസാനത്തിന്റെ മുന്നേ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഇനി പറയുന്നു ഹബീബ്, കുട്ടിക്കളി മാറാത്ത ആളുകൾ ലോകരാജ്യങ്ങൾ ഭരിക്കുന്ന കാലമായിരിക്കും. കുട്ടിക്കളി മാറാത്ത ആളുകൾ ഭരണകർത്താക്കളായി കടന്നു വരുന്ന കാലം. വേറെങ്ങും പോണ്ട, നമ്മുടെ രാജ്യം മാത്രം നോക്കിയാൽ മതി. ഒരു കുട്ടിയുടെ പക്വത പോലും ഇല്ലാത്തവൻ രാജ്യം ഭരിക്കുന്ന കാലമായിരിക്കും. മാത്രവുമല്ല, സ്ത്രീകളായിരിക്കും സമൂഹത്തിൽ കൂടുതലും കാണപ്പെടാ. അതെല്ലാ സ്ഥലത്തും അങ്ങനെയാ. അത് ദിക്റഹൽക്കല് മാത്രല്ല, അത് കല്യാണ പന്തലിൽ ചെന്നാലും ഓഡിറ്റോറിയത്തിൽ ചെന്നാലും, നിക്കാഹിന് ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ ഖത്തീബും മുക്രിയൊക്കെ ഇരിക്കുമ്പോ നിക്കാഹിന്റെ പരിപാടി കാണാൻ വേണ്ടി താഴെ ഇരിക്കുന്നത് ഒരു 10-50 ആണുങ്ങൾ ഉണ്ടാവും, പിന്നെ 2000 പെണ്ണുങ്ങളുണ്ടാവും. ബദറിൽ മലക്കുകൾ ഇറങ്ങിയ മാതിരി ഇങ്ങനെ ഇരിപ്പുണ്ടാവും.
അതായത് ഏത് സദസ്സിൽ ചെന്നാലും സ്ത്രീകളായിരിക്കും കൂടുതൽ. ഇത് ലോകാവസാനത്തിന്റെ മുന്നേയുള്ള ലോകത്തിന്റെ അവസ്ഥ ഇതാണ്. മാത്രവുമല്ല വജാറ സുൽത്താൻ, ഈ ഭരണത്തിൽ വരുന്ന ഭരണകർത്താവ് അക്രമിയായി മാറാം, മനസാക്ഷിയില്ലാത്തവനായി മാറാം. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. മാത്രവുമല്ല അളവിലും തൂക്കത്തിലും തട്ടിപ്പ് നടത്തുന്ന കാലം, അങ്ങനത്തെ ഒരു കാലം. ഇനി കേട്ടോ, അടുത്ത അടയാളമാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു പട്ടിയെ വളർത്തി, ആ പട്ടിയെ വളർത്തുന്നതിന്റെ കൂടെ ഒരു കുട്ടിയെയും വളർത്തി. എന്നാൽ പട്ടിക്കായിരിക്കും നന്ദി കൂടുതൽ ഉണ്ടാവുക എന്ന അവസ്ഥയിലുള്ള കാലം. പട്ടി ഒരു വാലെങ്കിലുമാട്ടും. നന്ദിയില്ലാത്ത മക്കളായിരിക്കും ജനിച്ചു വരുന്നത്, വളർന്നു വരുന്നത്. ഒരു പട്ടിയുടെ നന്ദി പോലും മാതാപിതാക്കളോട് കാണിക്കാത്ത മക്കളെ വളർത്തേണ്ടി വരുന്ന കാലം ലോകാവസാനത്തിന്റെ മുമ്പ് ഭൂമിയിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോ, വലാ യുവഖറു കബീറുൻ വലാ യുർഹമു സഗീർ. പ്രായമുള്ളവരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കപ്പെടാത്ത കാലം, ചെറിയവരോട് കരുണ കാണിക്കപ്പെടാത്ത കാലം. മിനിഞ്ഞാന്നലത്തെ പത്രത്തിൽ ആ പർദ്ദയിട്ട ഒരു സഹോദരി സ്വന്തം കുഞ്ഞിനെ കഴുത്തിരിച്ചു കൊന്ന വാർത്ത വന്നു. അങ്ങനത്തെ ഒരു കാലം. പിന്നെയും കാണാം വയൽബസൂന ജുലൂദല്ലഹിനി അലാ ഖുലൂബിദ്ദിആബ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ചെന്നായയുടെ മനസ്സോടുകൂടെ ആടിന്റെ തോല് ധരിച്ച് നടക്കുന്ന മനുഷ്യര് ചിരിച്ചിട്ട് കഴുത്തേർക്കും. ആരാ പാര വെക്കണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ കെണിയന്മാര് മാത്രം ഉണ്ടാവണ കാലം, കൂടെ നിന്ന് ചിരിച്ചു കാണിക്കുന്നവൻ കെണി വെക്കുന്ന കാലം. അങ്ങനത്തെ ഒരു കാലമായിരിക്കും. മാത്രവുമല്ല ഹലാലല്ലാത്ത മാർഗത്തിലൂടെ ഉണ്ടാവുന്ന കുട്ടികൾ ധാരാളം ഭൂമിയിൽ ഉണ്ടാകും. വ്യഭിചാര സന്തതികൾ വർദ്ധിക്കുന്ന കാലം. എത്രത്തോളം വ്യഭിചാരം വർദ്ധിക്കുന്നു? അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ഹത്താ അന്ന റജുല ലയഗ്ശാ അൽ മർഅത അലാ ഖാരിഅത്തി ത്വരീഖി ഫയഖൂലു അംസലുഹും ഫീ ദാലിക അസ്സമാനി ലവ് ഇഅ്തസൽതുമാ അനി ത്വരീഖി. പച്ചയായി നടുറോഡിൽ ആണും പെണ്ണും വ്യഭിചരിക്കുന്ന കാലം. അത് ചുംബന സമരത്തിലൂടെ ആയിരിക്കും. അത് മറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയൂല, തുറന്നിടല് ഞങ്ങളുടെ അവകാശമാണെന്ന് പെണ്ണ് വാദിച്ച പരസ്യമായി മാറിടം തുറന്നിട്ടുകൊണ്ട് സമരം നടത്തുന്ന കാലമായിരിക്കും. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാന്യന്മാര് പറയും, വഴിയിൽ നിന്നും മനുഷ്യര് കാണാത്തിടത്തേക്കൊന്ന് മാറിയിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരിക്കുമെന്ന് ജനങ്ങളിൽ നല്ലവര് പറയുന്ന ഒരു കാലം വരും. ആണും പെണ്ണും പച്ചയായി പാർക്കിലും ബീച്ചിലും വ്യഭിചരിക്കുന്നത്, ആ ഒരു അവസ്ഥ ഇന്ന് ലോകത്തുള്ളത്. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ വളർത്താണ് നമ്മൾ എന്ന ബോധമുണ്ടാവണം. ഇത് ലോകാവസാനത്തിന് മുന്നേ ഉള്ള മാതാപിതാക്കളുടെ ഏറ്റവും ഗൗരവകരമായ ഉത്തരവാദിത്തം. ഒരു പട്ടിയെ വളർത്തിയാൽ അത് വാലാട്ടി നന്ദി കാണിക്കുമെങ്കിലും ഒരു കുട്ടി ആ ഒരു നന്ദി പോലും കാണിക്കാത്ത കാലമായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഹദീസിന്റെ ഓർമ്മയിലേക്ക് നമ്മുടെ മനോമുഖരം സഞ്ചരിക്കട്ടെ. ഒറ്റക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ഈ ചർച്ചയുടെ ലക്ഷ്യം വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ചർച്ചയുടെ സന്ദേശം ഇതാണ്: നിങ്ങളിൽ നന്മ കൽപ്പിക്കുകയും നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മ കണ്ടാൽ അതിനെ വെറുക്കുകയും തിന്മയിൽ നിന്നും എല്ലാവരെയും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന സദാചാരബോധമുള്ള ഒരു തലമുറ ഉണ്ടാവട്ടെ എന്ന പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ആല ഇമ്രാനിന്റെ 104-ാമത്തെ ആയത്ത് ഈ മഹിത സന്ദേശം നമ്മുടെ മുന്നിൽ വെക്കുന്നത് പുതിയ തലമുറയുടെ ഒരു ഉത്ഭവത്തിനും അവരുടെ ഒരു പുനഃസ്ഥാപനത്തിനും വേണ്ടിയാണ് എന്ന രീതിയിൽ മാതാപിതാക്കളിലേക്ക് ഒരു പുതിയ ഉത്തരവാദിത്തം എത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.